ഹലോ, ഇന്ന് ഞാൻ വീട്ടിൽ പോവാണ് എറണാകുളത്തേക്ക്. ഇപ്രാവശ്യം ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. എന്താണ്? അതെ, അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് കുറച്ച് നേരത്തെ ഇറങ്ങിയൊക്കെയാണ്. നാളെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷനല്ല, ഞങ്ങളുടെ ഗെറ്റ് ടുഗദറാണ്. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒറ്റക്കൂടാണ്. അതെ, അവരൊന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എറണാകുളത്തേക്ക് പോകാൻ വിചാരിച്ചു. എന്നെ ഇവിടെ നിന്ന് ബസ് കയറ്റി 3 ദിവസത്തെ ലീവിന് ഞാൻ അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പോൾ അത് നാളത്തെ ടൂറ് പോവാന്ന് പറയുന്നത്. കാരണം ഞാൻ പോകുമ്പോൾ നീ പൊക്കോ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാന്ന് പറയുന്നുണ്ട്. പോകുന്നില്ല, വെറുതെ പറയാണ്. അപ്പോൾ നാളെയാണ് ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ. ഞങ്ങളുടെ 12th ബാച്ച് ഓഫ് പടിയാർ മെമ്മോറിയൽ ഹോമിയോ മെഡിക്കൽ കോളേജ് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതിന്റെ ഒരു ത്രില്ലിലൊക്കെയാണ്. അതെ അതെ, എല്ലാരും കൂടെ ഒന്നിക്കുകയാണ്. അപ്പോ എന്തായാലും ഞാൻ പറ്റിയാലുണ്ട്. കണ്ണൂർ മുതൽ എല്ലായിടത്തും ഉണ്ട്, ട്രിവാൻഡ്രം വരെ എല്ലാവരും വരുന്നുണ്ട്, ഗൾഫിൽ നിന്നും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഗ്രാൻഡ് ഗെറ്റ് ടുഗദറാണ് ഞങ്ങൾ പ്ലാൻ ആക്കിയേക്കുന്നത്. സോ അതിന്റെ വീഡിയോസൊക്കെ ഞാൻ പറ്റിയ വ്ളോഗ് ചെയ്യുന്നതാണ്. ഇൻഷാല്ലാ പറ്റുന്ന പോലെ സിറ്റുവേഷൻ പോലെ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ നീസുവിനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ പോവാണ്. അത് കരയല്ല, അത് ഭയങ്കര സന്തോഷം. പോയി കിട്ടിയാൽ മതി എന്ന്. അപ്പൊ ഞാൻ മിസ് യു. അതൊന്നുമില്ല, കാരണം ഈ പറഞ്ഞ പോലെ ഇവിടത്തെ എല്ലാം ഏൽപ്പിച്ചിട്ട് പിന്നെ വീട്ടില് ഉമ്മേന്റെ ഇഷ്ടത്തേക്ക് ഉണ്ട്, അതുകൊണ്ടിട്ടാണ്. അല്ലാതെ ഒറ്റക്കാക്കിയിട്ടൊന്നും പോവില്ല. അപ്പോ പിന്നെ ഇനി വീട്ടിൽ പോയിട്ട് അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ബസ് കയറി വൈകുന്നേരം വീടെത്തും. അപ്പൊ ഇന്ന് കഴിഞ്ഞ് നാളെയാണ് അവിടെ ഗെറ്റ് ടുഗദർ. നാളെ ഞങ്ങൾ ആലുവയിൽ വെച്ചിട്ടാണ് ആ റിസോർട്ടിൽ പോകും. അവിടെ സ്റ്റേ ആണ്. സൺഡേ ചെക്ക് ഔട്ട് ചെയ്ത് വീണ്ടും എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരും. വീടിന്റെ അവിടെ തന്നെ കേട്ടോ. അതിന് തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് ബസ് വീണ്ടും കയറും. രാവിലെ ഇവിടെ 9 മണിക്ക് ഡ്യൂട്ടിക്കും കയറണം. അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കണേ. ഇൻഷാല്ലാ അതിന് ബസ് കയറ്റി വിടാൻ ഇപ്പൊ ഒരു ബസ് ഉണ്ട്. കറക്റ്റ് ചെന്നില്ലെങ്കിൽ നീസിന് പണിയാവും. പിന്നെ അതെ അതെ, പെട്ടിയും പ്രമാണവും ഒക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. ബസ്സിന് ആയതുകൊണ്ടിട്ട് എപ്പോഴും നീസും ഞാൻ ഒരുമിച്ചാണ് എറണാകുളമൊക്കെ പോകുന്നത്. പക്ഷെ ബസ്സിൽ ഇങ്ങനെ ഹാൻഡ് ബാഗ് അല്ലാതെ ബസ് എളുപ്പമാണ്. വല്ലപ്പോഴേക്ക് ബസ്സിന് പോകുന്ന രസമാണ്, പാട്ടൊക്കെ കേട്ട്. പിന്നെ എനിക്ക് ഇഷ്ടം പോലെ ഉറങ്ങാം, അതൊരു വേറെ വൈബ്. പക്ഷെ നീസുവിന്റെ കൂടെ പോയാലുള്ള പ്രശ്നം എന്താ അറിയോ, ഞാൻ വണ്ടി കയറിയപ്പോ ഉറങ്ങുന്ന ആളാ. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് ഇഷ്ടമല്ല, എന്നെ എപ്പോഴും ചീത്ത പറച്ചിലാണ്. അപ്പൊ അത് സമ്മതിക്കൂല. പക്ഷെ ഈ ബസ് കയറി കഴിഞ്ഞാൽ പാട്ടൊക്കെ കേട്ട് കാറ്റൊക്കെ കൊണ്ട് നന്നായിട്ട് സുഖമായിട്ട് എത്ര നേരം വേണമെങ്കിലും. അപ്പോ അതിന്റെ ഒരു ത്രില്ലാണ് ബസ് യാത്ര. അതൊരു പ്രത്യേക ഒരു നൊസ്റ്റാൾജിയാണ്. കാരണം ഞാൻ കോട്ടയത്തൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും സ്ഥിരമായിട്ട് ബസ്സിൽ കയറി അങ്ങനെ ഉറക്കം ശീലമായതാണ്. അത് ഇപ്പോഴും ഉണ്ട്, അത് കാറി കയറിയാലും ഉണ്ട്. പക്ഷെ ഡ്രൈവ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനെ പാലപ്പെട്ടി എത്തി. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നീടെല്ലാം അറിയിക്കുന്നതാണ്. അങ്ങനെ ഞാൻ പാലപ്പെട്ടിയിൽ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ നിയാസ് എടുത്തതാണ്. ഞാൻ അവിടെ നിന്ന് ഗുരുവായൂർ ബസ് കയറി, ഗുരുവായൂർ പോയി ഇറങ്ങി ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി എറണാകുളത്തേക്ക്. പക്ഷെ ഭയങ്കര ഹെവി ട്രാഫിക് ആയിരുന്നു കേട്ടോ. അങ്ങനെ ബസ്സിലൊക്കെ സീറ്റ് കിട്ടി. ഞാൻ ഈ പെട്ടിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ബസ് യാത്ര എൻജോയ് ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് മയങ്ങിട്ടോ, കുറച്ചു നേരം ഉറങ്ങി. പിന്നെ ഒന്ന് എണീറ്റാണ്. ഏകദേശം നമ്മൾ എറണാകുളം നോർത്ത് പറവൂര് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വാപ്ച്ചിനെ വിളിച്ചപ്പോൾ വാപ്ച്ചി പുറത്താണ്. അപ്പോൾ ഇക്കാക്കാനെ വിടാൻ അളിയൻ വന്ന് എന്നെ പിക്ക് ചെയ്യാന്നാണ് പറഞ്ഞത്. ഏകദേശം നമ്മൾ പറവൂര് എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കണ്ടെയ്നർ റോഡ് ഇറങ്ങി ഞാൻ ഇക്കാക്കാനെ വെയിറ്റ് ചെയ്യാണ്. ഉടനെ തന്നെ ഇക്കാക്ക വന്നു. ഞാൻ ഇക്കാക്കാൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിയിലാണ് ചെറിയൊരു മുട്ടാർ പുഴ എന്നാണ് അതിന് പറയപ്പെടുന്ന. മഞ്ഞമ്മൽ ബോയ്സ് ഉണ്ടല്ലോ, മഞ്ഞമ്മൽ പുഴയാണ് കേട്ടോ ഇത്. അങ്ങനെ ഇക്കാക്കാനായിട്ട് ഇങ്ങനെ പോയി ഇതാ എൻ്റെ വീട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു നീല ബോർഡ് കാണാം, ഡോക്ടർ ഷാഹിന എന്ന്. യെസ്, ഇതാണ് എൻ്റെ വീട്. അങ്ങനെ വീട്ടിലേക്ക് കയറുകയാണ് ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ എറണാകുളത്ത് എത്തി. റയ്യാനെ ഒരു ഹായ് പറയൂ. ഗിത്താത്തയുടെ മോനാണ് റയ്യാൻ, എൻ്റെ മമ്മി ഉമ്മച്ചി. അപ്പൊ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കണം. ബാക്കിയൊക്കെ നമുക്ക് വഴിയേ കാണാം. ഓക്കെ.
ഇത് നോക്ക്, നമ്മുടെ ജിമ്മിയാണ്. ഇത് ഞങ്ങൾ വളർത്തുന്ന പട്ടിയൊന്നും അല്ല കേട്ടോ, എവിടുന്നോ വന്നിട്ട് നമ്മുടെ അവിടെ കൂടിയതാണ്. എപ്പോഴും നമ്മുടെ ഗേറ്റിന്റെ മുന്നിൽ ഉണ്ടാവും. മുൻപൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ജിമ്മിന്നാണ് വിളിക്കുന്നത് കേട്ടോ. നല്ല സ്നേഹമുള്ള പട്ടിയാണ്. റയ്യാൻ എവിടെയോ ഷോപ്പിങ്ങിന് പോയിട്ട് ആ സൈക്കിളിൽ ഇങ്ങനെ വരുന്നുണ്ട്. അവൻ എന്തോ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വിട്ടതാണ് കേട്ടോ. അങ്ങനെ അവനെത്തി. പിന്നെ റിയൻ റിഹയും സിസ്റ്ററിന്റെ മക്കളാട്ടോ. റിയ അതാ ചന്ദനത്തിലേക്ക് കത്തിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാ ഞാൻ വന്നത് പ്രമാണിച്ച് എന്റെ ഇത്താത്തതാ എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കുകയാണ്. ചിക്കൻ കറി മാത്രമേ ഉള്ളൂ, അതിന്റെ കൂടെ എന്താണ്? നെയ്ച്ചോറ്, സാലഡ്. നെയ്ച്ചോറ് പിന്നെ സാലഡ് ഇക്കാത്തന്റെ വകയാണ് കേട്ടോ, അളിയന്റെ വകയാണ്. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ വേഗം ആവട്ടെ, നന്നായിട്ട് വിശക്കുന്നുണ്ട്. അല്ല അറിയാനേ. അപ്പൊ ഇക്കാക്കാന്റെ വക സാലഡ് റെഡിയാണ്. അപ്പൊ ഇത് ചിക്കൻ കറി ആയിട്ട് വേണം ഇതൊക്കെ കൂട്ടി ഒന്ന് കഴിക്കാൻ. അപ്പൊ റയ്യാനെ, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം എന്നൊന്ന് പറഞ്ഞോളൂ. എന്താ പറയാനുള്ളത്? എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനൽ. ഏതാ ചാനലിന്റെ പേര്? നിയാസ് ഡോക്ടർ ഷാഹിന. നിയാസ് ഡോക്ടർ ഷാഹിന. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയൊരു വ്ളോഗ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ റയ്യാൻ പറഞ്ഞതുപോലെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല മിച്ചി ഓക്കെ പറഞ്ഞേ? ഓക്കെ. ബൈ.